എൻ്റെ ഓണപ്രഹസനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ മാത്രമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം. പിന്നെ പറയാൻ വിട്ടുപോയി, ഇതാണ് എൻ്റെ പുതിയ ഓണക്കോടി. നന്നായിട്ടുണ്ടല്ലേ? എനിക്കും തോന്നി നന്നായിട്ടുണ്ടെന്ന്. നൈനുമോള് വന്നു, ഇനി ബിജോയ് ഏട്ടനും വരും. നീതുവിനെ വിളിച്ചു കൊണ്ടുവരണം, അവൻ തൽപര കക്ഷിയല്ല. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മുടെ 2026 ഓണാഘോഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മാവേലിനെയാണ് നമ്മുടെ വാമനൻ വന്ന പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത്. അന്ന് മാവേലി പറഞ്ഞിരുന്നു, എന്റെ മലയാളി പ്രജകളെ കാണാൻ കൊല്ലത്തിൽ ഒരിക്കൽ എനിക്ക് കേരളത്തിലേക്ക് വരണമെന്ന്. പക്ഷേ ഇപ്പൊ കേരളത്തിലേക്ക് വന്ന ഓൾമോസ്റ്റ് മലയാളികളും കേരളത്തിൽ ഇല്ല, അവരെല്ലാരും പല ഭാഗത്താണ്. സോ ഡെഫിനറ്റ്ലി മാവേലി നമ്മളെ കാണാൻ ഈ വഴിയൊക്കെ വരും. സോ നമ്മള് ഓണൊക്കെ ആഘോഷിച്ച് നല്ല ചിൽ മോഡിൽ ഇരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അല്ല, എന്റെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു, ഞാനൊന്ന് നോക്കട്ടെ. കാത്തു, എന്താണ് അവിടെ? ഇങ്ങോട്ട് ഓടി പോയോ? എന്താണ് ഇത്ര താമസം? ഞങ്ങളുടെ ഓണം ഇൻട്രോ പ്രഹസനത്തിന് ശേഷം ഞങ്ങൾ കലാകായിക പരിപാടികളിൽ ഏർപ്പെട്ടു. ഓണം സ്പെഷ്യൽ തിരുവാതിരക്കളി, സിംഗിൾ ഡാൻസ്, സിംഗിൾ സോങ്, ഗ്രൂപ്പ് ഡാൻസ്, ഗ്രൂപ്പ് സോങ്, ഘനഗംഭീരമായ പരിപാടികളാണ് ഞങ്ങൾ കാഴ്ചവെച്ചത്. ഞങ്ങളുടെ കലാപരിപാടികൾ കണ്ട് നിർത്താത്ത കയ്യടികളാണ് ഓഡിയൻസ് നമ്മൾക്ക് സമ്മാനിച്ചത്. നോട്ട് ദ പോയിന്റ്, നിർത്താത്ത കയ്യടികൾ. നെക്സ്റ്റ് നമ്മുടെ ഓണസദ്യ. പോട്ട്ലക്ക് ഓണസദ്യ ആയിരുന്നു. എൻ്റെ ഐറ്റം എലിശ്ശേരി ആയിരുന്നു. ഏറ്റവും കൂടുതൽ എലിശ്ശേരി കഴിച്ച് ദീപ്തിയാണ് ഓണസദ്യയിൽ ഫസ്റ്റ് പ്രൈസ് നേടിയത്. ഇതാണ് ഞാനൊരു സാധനം ഉണ്ടാക്കി കൊണ്ടുവരില്ല എന്ന് പറയണത്. പായസം കുടിച്ച് ഞാനും സെക്കൻഡ് പ്രൈസ് നേടി. പിന്നെ ഉപ്പില്ലാണ്ട് എന്ത് കഞ്ഞി എന്ന് പറയുന്ന പോലെയാണ് മ്യൂസിക്കൽ ചെയർ ഇല്ലാണ്ട് എന്ത് ഓണ സെലിബ്രേഷൻ. അപ്പം അത് ഒരു വഴി നടക്കുന്നു, നീതുക്കുട്ടൻ വേറൊരു വഴി നടക്കുന്നു. പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഓണം ക്യൂസ്, മ്യൂസിക്കൽ ക്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു ഓരോ പ്രോഗ്രാമിനും. പിന്നെ നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരു ലക്കി വിന്നർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീരാം ബേബി ആയിരുന്നു നമ്മുടെ ലക്കി വിന്നർ. അവൻ്റെ ആദ്യത്തെ ഓണാണ്, അവന് 7 മന്തേ ആയിട്ടുള്ളൂ. അപ്പോൾ അവൻ്റെ ആദ്യത്തെ ഓണായിരുന്നു, അവനായിരുന്നു നമ്മുടെ ലക്കി വിന്നർ. നെക്സ്റ്റ് നമ്മുടെ ക്ലീനിങ് ടീം വന്നു. ഇവരാണ് ആ ഹാള് ഫുള്ള് ക്ലീൻ ചെയ്ത് നീറ്റാക്കിയത്. സദ്യ കഴിച്ചതിന് ക്ഷീണം ഞാൻ ഇവിടെ തീർത്തു. പക്ഷേ ഇവരും സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കണമായിരുന്നു.